ചേട്ടൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ ഹാപ്പിനെ കളിപ്പിക്കാട്ടാ. ഇവിടെ മാറ്റമൊന്നുമില്ല. LKG വരുമ്പോ നമുക്ക് ഹാപ്പിനെ ഇഞ്ചക്ഷൻ എടുത്ത കാര്യം പറയാം. കുഞ്ഞപ്പന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവരും കാത്തിരുന്ന സ്കൂള് തുറക്കുന്ന ദിവസമാണല്ലേ, അല്ലേ കുഞ്ഞപ്പ രാവിലെ തന്നെ ഞാൻ പറയാണ്ട് ഞാൻ വിളിക്കാണ്ട് രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടാ. അപ്പൊ ഞാനും രാവിലെ എണീറ്റ് റെഡിയാ, ഒന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഞാനും ഒന്ന് റെഡി ആയിട്ടിരിക്കുകയാണേ. ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ എന്നോട് പറഞ്ഞത് അമ്മ രാവിലെ എനിക്ക് പുട്ടും മുട്ടക്കറി, കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സാധനമാണ് പുട്ടും മുട്ടക്കറി, അത് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെ ക്ലാസ് ഉള്ളേ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കൂടുതൽ ക്ലാസ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ടിഫിനും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി, ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുട്ടും മുട്ടക്കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിൽ ആദ്യം എണീക്കുന്ന ആൾ ഇച്ചപ്പനാണ് കേട്ടോ. ഇച്ചപ്പൻ ഇവിടെ ഉണ്ട്, എൻ്റെ കാലിൻ്റെ അവിടെ എൻ്റെ കാലിൻ്റെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചപ്പനെ ഞാൻ കാണിച്ചു തരാം. ഇച്ചുവേ ഹലോ ഇച്ചുബ, ഷെയ്ക്കാൻ നമുക്ക് ഷെയ്ക്കാൻ നോ ഷെയ്ക്കാൻ ആ ഗുഡ് ബോയ് ഷെയ്ക്കാൻ ഷെയ്ക്കാൻ ഗുഡ് ബോയ്. ഈച്ചപ്പനെ ഷെയ്ക്കാൻ്റെ തരാനും സിറ്റും എല്ലാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അമ്മ ചൂടുവെള്ളം വെക്കാം. ഇപ്പൊ കുറെ നാളായിട്ട് തണുത്ത വെള്ളത്തിലല്ലേ കുളിക്കണത്. ഇപ്പൊ രാവിലെ എണീറ്റുകൊണ്ട് അമ്മ ചൂടുവെള്ളം വെക്കാം. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി കേട്ടാ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? മൂക്കടഞ്ഞിട്ടുണ്ടാ? അയ്യോ, രാവിലെ എണീറ്റപ്പോ തന്നെ മൂക്കടഞ്ഞാ? മൂക്കി വെള്ളം കയറിയാ പല്ല് തേച്ചപ്പോഴാ? അപ്പൊ അമ്മ ചൂടുവെള്ളം വെക്കാം കേട്ടാ. ഇപ്പൊ മഴ ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ രാവിലെ, അതുകൊണ്ട് ചൂടുവെള്ളം ചൂടാക്കിയാലും അതിൻ്റെ അകത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടി മിക്സ് ചെയ്താണ് കേട്ടോ കുഞ്ഞപ്പനെ കുളിപ്പിക്കുന്നത്. പക്ഷെ June 1 സ്കൂൾ തുറക്കണതിൻ്റെ അന്ന് സാധാരണ എല്ലാ വർഷവും നല്ല മഴയായിരിക്കും. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, June 1 മഴയില്ലായിരുന്നു കേട്ടോ. കുഞ്ഞപ്പൻ തനിയെ കുളിക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ അടുക്കളയിലേക്ക് വന്ന് എനിക്ക് തേങ്ങ പൊട്ടിച്ചൊക്കെ തന്ന്, പൊട്ടിച്ച് അത് ചിരണ്ടി തന്ന് മിക്സിയിൽ അത് അടിച്ച് അതിന്റെ പാല് വരെയും ചേട്ടൻ എടുത്ത് തന്നിട്ടാണ് കേട്ടോ പോയത്. കാരണം അതൊരു വലിയ പ്രോസസ്സാണ്, അത് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാനും തേങ്ങ വേണം, പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ തേങ്ങ പാലും വേണമല്ലോ. അപ്പൊ അതൊക്കെ ചേട്ടൻ ചെയ്ത് വെച്ച് തന്നിട്ട് ചേട്ടൻ പോയി കേട്ടാ. അപ്പൊ കുഞ്ഞപ്പൻ അവിടെ നിന്ന് തോർത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ മുടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് ചെയ്തെന്ന് മുടി, അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി അമ്മക്കെട്ട് കെട്ടാൻ പറ്റത്തില്ല. പിന്നെ എന്തുവാ, നമ്മൾ എല്ലാ മുടിയും കൂടി പുറയിലേക്ക് ക്ലിപ്പിട്ടൊന്നും വെക്കരുതെന്ന് അവരങ്ങനെ പറഞ്ഞാണ് അന്ന്. അങ്ങനെ ചെയ്യരുത്, മുടി ഇങ്ങനെ ചെയ്യരുത്, കാരണം പിന്നെ നമ്മൾ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ഉപയോഗം ഇല്ലാണ്ടായി പോകും. ഒന്നാമത് എൻ്റെ ഭയങ്കര ചുരുണ്ട മുടിയല്ലേ. അപ്പോൾ ഞാൻ അമ്മക്കെട്ട് കെട്ടി വെച്ചാലോ അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചാലോ വീണ്ടും അത് പെട്ടെന്ന് ചുരുണ്ട് വരുവേ. പെട്ടെന്ന് ചുരുളത്തില്ല, എന്നാലും ചുരുളും, അതുകൊണ്ടാണ്. അപ്പോൾ അതേ കുഞ്ഞപ്പൻ തനിയെ കുളിക്കാൻ കയറി. സാധാരണ അവൻ തനിയെ ചെയ്യുന്നതാണ് പല്ലുതേപ്പും കുളിയും ബാക്കി എല്ലാ കാര്യങ്ങളും. ഒരു 5 വയസ്സ് തൊട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. ഇപ്പം 6 വയസ്സ്, ഇപ്പോൾ 1 വർഷമായിട്ട് കുഞ്ഞപ്പൻ എല്ലാം തനിയെ ചെയ്യും. അപ്പൊ പക്ഷേ ചേട്ടൻ എന്നോട് പറഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ചേട്ടൻ തന്നെ ഇരുന്ന് കേട്ടോ കുളിപ്പിക്കണം. കാരണം ഇവ സോപ്പും വെള്ളമൊക്കെ വെച്ച് ചിലപ്പോൾ കുറേ നേരം കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പൊ ചേട്ടൻ തന്നെ കുളിപ്പിച്ചെടുക്കുവേ. അപ്പൊ ഇന്ന് ചേട്ടൻ സ്കൂളിൽ പോണതിൻ്റെ അന്ന് എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു വേഗം നിങ്ങൾ തന്നെ കുളിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അവൻ അവിടെ കളിച്ചോണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട അവൻ തനിയെ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടൻ കുളിപ്പിച്ചില്ല. കുഞ്ഞപ്പൻ തനിയാണ് കേട്ടോ കുളിച്ചത്. അത് കഴിഞ്ഞതേ വന്ന് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ, ടിവിയും കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പൊ സ്കൂൾ തുറന്നിട്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇന്ന് മാത്രം കുഞ്ഞപ്പന് ടിഫിൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഉച്ചവരെയുള്ളല്ലോ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇന്ന് മാത്രമേ ടിഫിൻ കൊണ്ടുപോകാൻ പറ്റുള്ളേ. നാളെ തൊട്ട് June 2 തൊട്ട് ടിഫിൻ കൊണ്ടുപോകാനേ പാടില്ല ഇനി സ്കൂളിൽ. വല്ല ആനിവേഴ്സറിയോ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പരീക്ഷയോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇനി ടിഫിൻ കൊണ്ടുപോകാവുള്ളേ. LKG UKG 2 വർഷം എല്ലാ ദിവസവും ടിഫിൻ കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ഡെയിലി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞപ്പന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. എൻ്റെ പൊന്നെ, യൂണിഫോം കിട്ടിയ കഥ ഒരു കഥയാണ് മക്കളെ. ഈ യൂണിഫോം തയ്ക്കുന്ന ചേട്ടന്മാർക്ക് സ്കൂൾ തുറക്കണ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് യൂണിഫോമിൻ്റെ തുണി കിട്ടുമ്പോൾ തന്നെ ആദ്യമേ ഞാൻ കൊണ്ട് കൊടുക്കും കേട്ടോ. കഴിഞ്ഞ വർഷം അങ്ങനെ, അതിന് മുമ്പത്തെ വർഷവും ഈ വർഷവും ഒക്കെ അങ്ങനെയായിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ നേരെ തയ്യക്കടയിൽ കൊണ്ട് കൊടുക്കും. എന്നാലും അവസാന നിമിഷം നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് എല്ലാ ചേട്ടന്മാരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ചില ആൾക്കാർ നമ്മളെ നല്ലോണം ഇട്ട് ടെൻഷൻ അടിപ്പിക്കും. എനിക്ക് എന്താണെന്നറിയാമല്ലോ, എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സ് എത്ര നേരത്തെ കൊടുത്താലും എനിക്കിത് തന്നെയാണ് അവസ്ഥ. എനിക്ക് എന്തെങ്കിലും ചുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്താലും അവസാന നിമിഷം നമ്മളവരെ വിളിച്ച് കടയിൽ പോയി കുത്തി നിന്നാലേ എനിക്കും സാധനം കിട്ടാറുള്ളേ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇച്ചപ്പനെ തൊട്ടതുകൊണ്ട് കുഞ്ഞപ്പൻ പോയി കൈ കഴിയതാണെന്ന് തോന്നണേ. എന്നിട്ട് പിന്നെയും വന്ന് പുട്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ടേബിളെ വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ചേട്ടനാണെങ്കിൽ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോഫയിലിരുത്തി കൊടുക്കരുത്, സോഫയിലിരുത്തി തീറ്റിക്കരുതെന്നും പറഞ്ഞ് എന്നെ കിടന്ന് വഴക്കിടും കേട്ടോ. അതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് കേട്ടാ, ടേബിളിൽ തന്നെ വന്നിരുന്ന് കഴിക്കടാ, അച്ഛൻ അല്ലെങ്കിൽ അമ്മേനെ വഴക്കിടുമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ പുട്ടും മുട്ടക്കറിയും. അപ്പോൾ ചേട്ടൻ അവന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് അവന് കഴിക്കാൻ വേണ്ടിയിട്ട്.
നേരത്തെയൊക്കെ ഈ സമയം പോവല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ചേട്ടനാണെങ്കിൽ ഇപ്പം അതൊന്നും സമ്മതിക്കത്തില്ല. അവൻ തനിയെ കഴിക്കട്ടെ എന്നും പറഞ്ഞ് തനിയെ കഴിക്കും. പക്ഷേ ഈ സ്കൂളിൽ പോകാൻ നേരത്തെ സമയമില്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കും, നമ്മൾ തന്നെ കുളിപ്പിക്കും, അങ്ങനെയൊക്കെയല്ലേ. ഇപ്പം കുഞ്ഞപ്പം തനിയെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ചേട്ടൻ ബഹളമാണ്. അത് കഴിഞ്ഞ് എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ചേട്ടന് പിന്നെ അങ്ങനെ വിശപ്പൊന്നുമില്ല. അത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും കഴിച്ചോളൂ. 9 മണിയോ 10 മണിയോ ആയാലും കഴിക്കും കേട്ടോ. എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെ ചായയും വെച്ച് കുഞ്ഞപ്പനും ചായ കൊടുത്ത് ഞാനും ചായ എടുത്ത് വന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവൻ്റെ പുതിയ കുപ്പി കഴുകിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് അവൻ്റെ ടിഫിനുമായിട്ട് ചേട്ടൻ ബാഗിൽ എടുത്ത് വെച്ച്, ആ സോഫയിൽ ബാഗ് ഇരിക്കണുണ്ടില്ലേ, ആ ബാഗിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബുക്കൊന്നും കൊണ്ടുപോകണ്ട, ജസ്റ്റ് ഒരു റഫ് ബുക്ക് മാത്രം മതി എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇതേ റെഡിയായി. കുഞ്ഞപ്പാ ഹാപ്പി അല്ലേ? സ്കൂളിൽ പോയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുവാ. 2 മാസം കഴിഞ്ഞ് കുഞ്ഞപ്പൻ കൂട്ടുകാരെ എല്ലാരെയും കാണാൻ പോവാണല്ലേ? കുഞ്ഞപ്പൻ A ഡിവിഷനിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ LKG A B ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും കേട്ടോ ഓരോ വർഷം പിള്ളേരെ. അപ്പൊ കുഞ്ഞപ്പന് മാറ്റമൊന്നുമില്ല. LKG 1ാം ക്ലാസ്. എനിക്ക് ഇപ്പോഴും LKG UKG ആ ഓർമ്മയാണ്. കുഞ്ഞപ്പൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? 1ാം ക്ലാസ്സിലായി. അപ്പൊ ഗൈസ് കുഞ്ഞപ്പന് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് വിളിക്കാണ്ട് തന്നെ നേരത്തേക്ക് എണീറ്റ് ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. പുതിയ ബാഗാണല്ലേ മോന? എന്തായാലും ഇപ്രാവശ്യം യൂണിഫോം തയ്ച്ചത് കുറച്ച് ലൂസായിട്ട് തയ്ക്കാൻ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തയ്ച്ചേക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെറുതായി പോകും. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ? ഹാപ്പി കുട്ടിന് എന്തേ അച്ഛേ? ഹാപ്പി എന്തേ? ചേട്ടൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ ഹാപ്പിലെ കളിപ്പിക്കാട്ടാ. അതുവരെ മര്യാദക്ക് ഇരിക്കുന്നോട്ടാ, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നോട്ടാ. അച്ഛനമ്മനെ കളിക്കില്ലേ ട്ടാ. ഹാപ്പിനെ എപ്പോൾ തൊട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ കൈ കഴുകണമെന്ന് കുഞ്ഞപ്പനെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിച്ചുകൊണ്ട് അവൻ എപ്പോഴും ഹാപ്പിനെ തൊട്ട കൈ കഴുകുക. ഇതാണ് കുഞ്ഞപ്പൻ്റെ സ്കൂൾ, അമല പബ്ലിക് സ്കൂൾ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, എഴുമുന്നേലാണേ. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ ഈനോണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്? അംഗനവാടി മുതലേ 2 പേരും ഒരുമിച്ചാണേ. അംഗനവാടി ഞാൻ കൊണ്ടുപോയി കുഞ്ഞപ്പനെ ഓരോ ദിവസം ആക്കുമ്പോൾ തൊട്ടേ ഈനോൻ ഓടി വന്ന് കുഞ്ഞപ്പനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇവൻ അകത്തോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അങ്ങനെ തന്നെ. കുഞ്ഞപ്പനാക്കാൻ ചെന്ന ഈനോൺ ഓടി വരും, കെട്ടിപ്പിടിക്കും, 2 പേരും കൂടി അകത്തോട്ട് കയറിപ്പോവും. നോക്കുമ്പോൾ എല്ലാവരും അവരുടെ കുപ്പികളൊക്കെ എടുത്ത് തമ്മി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ എൻ്റെ കുപ്പി ഇതാണെന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ബാഗ്, സാധനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും പുതിയ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് കേട്ടോ, പുതിയ കുപ്പിയായതുകൊണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹാപ്പിക്കുട്ടനെയും കൊണ്ട് അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. മൃഗാശുപത്രിയാണ് കേട്ടോ. അവനെ ഇഞ്ചക്ഷൻ എടുപ്പിക്കാനുള്ള സമയമായി. അവന് 2 മാസം പ്രായമായി കേട്ടോ. ഞാൻ വിചാരിച്ചു ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് ഫ്രീ ആയിട്ടായിരിക്കും എടുത്തു തന്നെയെന്ന്. പക്ഷെ അല്ല കേട്ടോ, നമ്മൾ ഡോക്ടറെ എഴുതി തന്നു. പുറത്തുനിന്നൊരു മരുന്ന് മേടിച്ച് കൊണ്ടുപോയി ഡോക്ടറിന് കൊടുക്കേണ്ടി വന്നു കേട്ടോ. 750 രൂപയാണ് ആ ഒരു മരുന്നിന്റെ വില. മരുന്ന് വാങ്ങിച്ച് ചേട്ടൻ വന്ന്, ഞാനും ഹാപ്പി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയി ഒരു കടയിൽ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡോക്ടറിന് കൊടുത്തിട്ട് ഡോക്ടർ ഹാപ്പിനെ ഇഞ്ചക്ഷൻ ചെയ്തേ. ബൈക്കിലാണ് കേട്ടോ അവനെ കൊണ്ടുപോയത്. അപ്പം ഞാൻ പുറകെ ഇരുന്നിട്ട് ഞാൻ അവനിങ്ങനെ 2 കൈയും കൊണ്ട് പിടിച്ചോണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവൻ ഓർത്ത് കാണും, ഇത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണത്? കുഞ്ഞപ്പനില്ലല്ലോ, സാധാരണ ഇവർ കുഞ്ഞപ്പനെയും കൊണ്ടാണല്ലോ പോണത്, എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ലല്ലോ, ഇത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഹാപ്പി. കുത്തിവെക്കാനാണെന്ന് അവൻ അറിയില്ലല്ലോ, പാവം. അതിനിടയിൽ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ കാല് പൊക്കി പിടിച്ചത് കണ്ട, അത് അവനില്ലേ ചുമ്മാ നമ്മളറിയാണ്ട് അവൻ്റെ കാലെ ചവിട്ടിയാലും കാലെവിടെയെങ്കിലും കൊണ്ടാലും ഭയങ്കര അഭിനയമാണ് കേട്ടോ. കാലും പൊക്കി പിടിച്ച് നടക്കും. ഞാനൊരു ഉമ്മ വരാൻ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉമ്മയൊന്നും തന്നില്ലേ, കാരണം അവന് ഭയങ്കര സങ്കടമായിപ്പോയി ഇഞ്ചക്ഷൻ എടുത്തതിന്. ഗൈസ് സത്യം പറയാം, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ വേദന ഉണ്ടാവുമായിരിക്കും, ചെറിയ വേദനയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇവൻ ഇതുപോലെ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന പോലെയാണ് ഇവൻ കരഞ്ഞത്. ഇങ്ങനെ കരയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെ ആ സിറിഞ്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അപ്പോൾ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇവനെ. കാരണം എനിക്ക് സങ്കടം വന്നാൽ ഞാൻ ചിലപ്പം ഇവനെ മാറ്റും, ഇവൻ കരഞ്ഞാലോ എനിക്ക് എന്ന് മൊത്തത്തിൽ എനിക്ക് ഭ്രാന്തായി പോയി. അപ്പം ഞാൻ പറഞ്ഞു അവനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അത്ര നേരം ഇരുന്നാണ് ഞാൻ അവനെ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടാ. അയ്യോ, കുഞ്ഞിലെ നമ്മൾ 3 മാസമൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുമല്ലോ, അന്ന് കുഞ്ഞപ്പനെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അമ്മമാരായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ കരയണത്. ഞാൻ നല്ല കരച്ചിലായിരുന്നു. അന്ന് ആ സിസ്റ്റർ എന്നെ കുറേ വഴക്കിട്ടതാണ്. എനിക്ക് പെട്ടെന്ന് ആ കാര്യമൊക്കെ ഓർമ്മ വന്ന് ഞാൻ ഭയങ്കര ഇമോഷണലായി. ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നേ. ഇവിടെ വന്നിട്ടാണെങ്കിൽ സാധാരണ ചാടിത്തുള്ളി നടക്കണവനാണ് അവൻ. ചാടണമില്ല തുള്ളണമില്ല. വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം. എന്നിട്ട് ഇത്ര നേരം കിടന്ന് നല്ല ഉറക്കമായിരുന്നു.
ഹാപ്പിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്ക് ഇപ്പം എണീറ്റ് കുത്തിയിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ആളെ. എനിക്ക് എന്തോ ഭയങ്കര ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേദന കാരണമാണ് ഇനി ഇവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഒരു തോന്നല്. അപ്പോൾ 12:30 വരെ ഉച്ചവരെ കുഞ്ഞപ്പൻ ഇന്ന് ക്ലാസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചേട്ടൻ അവനെ വിളിക്കാൻ പോയി. ഇപ്പോൾ സമയം 12:30 ആയേ. അതിനിടയ്ക്ക് ഇവനെ ഇഞ്ചക്ഷൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ ഹോമിയോയിൽ പോയായിരുന്നു. ഞാനും ചേട്ടനും കൂടി. ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയതാണേ. അതുപോലെ മീൻ വാങ്ങിക്കാൻ പോയി. അങ്ങനെ പല സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ കുഞ്ഞപ്പൻ ഇപ്പം വരും. കുഞ്ഞപ്പൻ വരുമ്പോൾ നമുക്ക് ഹാപ്പീനെ ഇഞ്ചക്ഷൻ എടുത്ത കാര്യം പറയാം. കുഞ്ഞപ്പൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ അവിടെ കുഞ്ഞപ്പനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറിനിട്ട് നല്ല കിട്ടിയേനെ. വേറെ ഒന്നുമല്ല, അവനറിയില്ലല്ലോ, അവൻ കുഞ്ഞല്ലേ. ഇവനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇവൻ കരയണ കാണുമ്പോൾ കുഞ്ഞപ്പന് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. ഇച്ചുവേ ഇച്ചുവേ ഹാപ്പി കുട്ടാ ഹാപ്പി കുട്ടാ. നമ്മുടെ മുത്തിന് വേദന എടുത്താ ഇഞ്ചക്ഷൻ ചെയ്തപ്പോ വേദന എത്താ. നമുക്ക് കുഞ്ഞപ്പൻ വരുമ്പോ പറഞ്ഞു കൊടുക്കാം കേട്ടാ. ആ ഡോക്ടർ എന്നെ ഇഞ്ചക്ഷൻ ചെയ്തു കുഞ്ഞപ്പ. നമുക്ക് പറയാവേ. നമുക്ക് കുഞ്ഞപ്പനോട് പറഞ്ഞു കൊടുക്കാം കേട്ടാ. കുഞ്ഞപ്പ ശരിയാക്കും ഡോക്ടറിനെ, അല്ലേ? കുഞ്ഞപ്പൻ ഡോക്ടറിനെ ശരിയാക്കും. ആരാടാ എന്റെ ഹാപ്പി കുട്ടനെ ഇഞ്ചക്ഷൻ എടുത്തതെന്ന് ചോദിച്ച് കുഞ്ഞപ്പൻ ഡോക്ടറിനെ ശരിയാക്കും, അല്ലേ? ഇച്ചുവേ അവനെ ഹാപ്പിന്ന് വിളിക്കും, ഞങ്ങള് ഇച്ചപ്പാന്നും വിളിക്കും കേട്ടോ. 2 പേരും വിളിക്കും. ഞങ്ങൾ വാതിക്കെ കുഞ്ഞപ്പനെയും കാത്തിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞപ്പനെ കാണുമ്പോൾ ഇവന്റെ റിയാക്ഷൻ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കടിക്കല്. ഇച്ചുവേ അല്ലേ കുഞ്ഞപ്പാ? അല്ല ഇച്ചപ്പാ. 2 പേരുടെ പേര് വിളിക്കുമ്പോൾ മാറി ഈ അമ്മടെ ചക്കര മുട്ടാണ്. കുഞ്ഞപ്പൻ വന്നേ. കുഞ്ഞപ്പൻ വന്ന്. ഇന്നൊരു സംഭവം ഉണ്ടായിടാ. അച്ഛ വല്ലതും പറഞ്ഞാ നിന്നോട്? ഒന്നും പറഞ്ഞില്ല അച്ഛ ഒന്നും പറഞ്ഞില്ല അച്ഛേ. ഇച്ചപ്പനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി. അവന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനേ ഇഞ്ചക്ഷൻ എടുക്കാം. മേത്ത കാലിന്റെ അവിടെ നിന്നിട്ട് എന്ത് കരച്ചിലായിരുന്നടാ. നല്ല കരച്ചില. കുഞ്ഞിപ്പിള്ള. അങ്ങനെ തന്നെ കറക്റ്റ്. നല്ല കരച്ചിലായിരുന്നു. അതെന്താ? ആര് നല്ലോണം പൂട്ടാത്തോണ്ട്? അപ്പൊ സമ്മതിച്ച്. കുപ്പി നല്ലോണം പൂട്ടാത്തോണ്ട് ബാഗ് ലീക്കാക്കി. അങ്ങനെ പിന്നെ കുഞ്ഞപ്പൻ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഒരു റഫ് ബുക്ക് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അതുപോലും അത് ഞാൻ കൊടുത്തു വിട്ടില്ല. സത്യത്തിൽ വിട്ടുപോയി. അത് കൊടുത്തു വിടാൻ ഞാൻ നന്നായെന്ന് ഇപ്പൊ തോന്നണേ. അല്ലെങ്കിൽ അത് നനഞ്ഞു പോയേനെ. അപ്പൊ സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ബുക്സ് ഒക്കെ കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ കുഞ്ഞപ്പൻ വന്നിട്ട് പിന്നെ എന്നോട് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പല്ലുവേദനയുടെ കാര്യം വീണ്ടും പറഞ്ഞു. 2-3 ദിവസമായിട്ട് പല്ലുവേദന പറയുന്നുണ്ടേ. അങ്ങനെ നേരെ ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് അവന്റെ പല്ലൊക്കെ കാണിച്ചു കേട്ടാ. അങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞപ്പന്റെ 2-3 പല്ലുകൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ വേദന വരാൻ കാത്തിരിക്കരുത്. നിങ്ങളുടെ പല്ലു ഇടക്ക് കൊണ്ടുപോയെന്ന് ആശുപത്രി കാണിക്കണം. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.